ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം തുടങ്ങിയ 6 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. അതേസമയം വാണിജ്യ കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. സോന സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. സോന, ഏതായാലും 6 ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തെല്ലാം നിബന്ധനകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്? പ്രധാനമായും യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലുണ്ടാകുന്നൊരു ചർച്ചയാണ് ഹോർമൂസ് ആർക്ക്, അല്ലെങ്കിൽ ഹോർമൂസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുക എന്നുള്ളത്. അതിനാണ് ഇത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട 6 നിബന്ധനകൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരായ ആക്രമണം അവസാനിപ്പിക്കുക, അതുപോലെ അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം, US സേനയെ പിൻവലിക്കണം, കൂടാതെ യുദ്ധനാശനഷ്ടങ്ങൾക്ക് $300 ബില്യൺ നഷ്ടപരിഹാരം നൽകണം, ഇറാൻ്റെ മരവിപ്പിച്ച എല്ലാ ആസ്തികളും വിട്ടുകൊടുക്കണം, പ്രധാനമായിട്ടും ചരക്കുകൾക്ക് 7% വരെ ഈടാക്കാനുള്ള ഇറാൻ്റെ അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല, മാത്രമല്ല US ഇസ്രയേൽ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തണം തുടങ്ങിയ പ്രധാനപ്പെട്ട 6 നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്ക ഇറാന് മേലെ ചുമത്തിയിരിക്കുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണമെന്നും ഇത്തരത്തിൽ നിബന്ധനകളിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഈ നിബന്ധനകളെല്ലാം തന്നെ ശരിയാകുന്നെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഹോർമൂസ് അല്ലെങ്കിൽ തുറക്കുക എന്നാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അറിയിപ്പ്. മാത്രമല്ല പ്രധാനമായിട്ടും അതേസമയം വാണിജ്യ കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകണമെന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല പ്രധാനമായിട്ടും 6 നിബന്ധനകളാണ് ഇത്തരത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാനും സഖ്യകക്ഷികൾക്കും എതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കുക, മാത്രമല്ല അമേരിക്കയുടെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം, പ്രധാനമായിട്ടും US സേനയെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഇറാനിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക്, യുദ്ധനാശനഷ്ടങ്ങൾക്ക് $300 ബില്യണോളം നഷ്ടപരിഹാരം അമേരിക്ക നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം. പ്രധാനമായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ആസ്തികളെല്ലാം തന്നെ തിരിച്ചു നൽകണമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ചരക്കുകൾക്ക് 7% വരെ ഈടാക്കാനുള്ള ഇറാന്റെ അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല എന്നീ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. US-ന്റെ അതുപോലെ ഇസ്രയേൽ കപ്പലുകൾക്കും ഹോർമൂസിലൂടെ കടത്തി വിടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്തരത്തിൽ കപ്പലുകൾ കടന്നാൽ 20%-ലധികം ഫീസ് ഈടാക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഈ നിബന്ധനകളിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇറാന് മേലുള്ള എല്ലാ ഉപരോധങ്ങളും ഇത്തരത്തിൽ നിബന്ധനകൾ മുന്നോട്ട് വെച്ചാൽ അമേരിക്കയ്ക്ക് പിൻവലിക്കേണ്ടി വരും. അതേസമയം ഇന്നലെ ഇത്തരത്തിൽ ഹോർമൂസിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇറാനാണ് ഇത്തരത്തിൽ UAE-യുടെ അഡ്നോ കമ്പനിയുടെ കപ്പൽ ആക്രമിച്ചത്. എന്തായാലും പ്രധാനമായിട്ടും ഇത്തരത്തിൽ നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അമേരിക്ക അത് ഏത് തരത്തിലെടുക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇനി അറിയാൻ ഉള്ളത്. കാർത്തു, ശരി, വ്യക്തമാണ്. സോന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന റിപ്പോർട്ടുകൾക്കിടെ പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. ഇറാന്റെ അർദ്ധ സർക്കാർ വാർത്താ ഏജൻസിയായ മെഹർ ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ആരോഗ്യവാനായി കുറച്ചുപേരോട് സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ ദൃശ്യങ്ങൾ എന്ന് ചിത്രീകരിച്ചതാണെന്ന് വ്യക്തമല്ല. മുജ്തബ ഖമനിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമനി അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം 2026 ഫെബ്രുവരി 28-നാണ് പരമോന്നത നേതാവായി മുജ്തബ ഖമനി ചുമതലയേറ്റത്. എന്നാൽ അതിനുശേഷം ഇതുവരെ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. ആയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തില്ല. അമേരിക്കൻ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് ഖമനി എത്താതിരുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.